ഗതികെടുമ്പോൾ പാർട്ടി പ്രവർത്തകർ പ്രതികരിക്കും. അത് ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ പണ്ടത്തെ കാലമൊന്നുമല്ല. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടാനും ഇപ്പൊ പ്രസ്ഥാനം പറയുന്ന ഒരാളെ നേതാവാക്കിക്കൊണ്ട് നടക്കാനും ഒരു സംഘടനയിലും ആരും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലയിടങ്ങളിലും നടന്നു വരുന്നത്. അത് ഏത് പാർട്ടിയാണെങ്കിലും ഒരു പരിധി വരെ സഹിക്കും. ആ പരിധി കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ പ്രതികരിച്ചു തുടങ്ങും. പഴയ കാലമായിരുന്നു പ്രതികരിക്കാതെ പേടിച്ച് ഒക്കെ ഇരിക്കുന്ന കാലം. പാർട്ടി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പാർട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ അവർ പ്രതികരിക്കുമെന്നുള്ളൊരു ഉദാഹരണമാണ് കരുനാഗപ്പള്ളിയിൽ നടന്ന CPIMന്റെ ലോക്കൽ സമ്മേളനം. അവിടെ പുതിയ ലോക്കൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു. അവിടുത്തെ ഒരു വിഭാഗത്തിന് ഇഷ്ടമില്ലാതെ വന്നു. അവർ ലോക്കൽ കമ്മിറ്റി പുതിയ സെക്രട്ടറിയെ ഉൾപ്പെടെ ബാക്കിയുള്ളവരെ എല്ലാം പൂട്ടിയിട്ടു. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാം പൂട്ടിയിട്ടു. അതിനുശേഷം മാധ്യമപ്രവർത്തകർ അവിടെ പോയി അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ അവിടുത്തെ കരുനാഗപ്പള്ളിയിൽ ആ ലോക്കൽ സെക്രട്ടറി വന്ന ആളിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പാർട്ടി പ്രവർത്തകർ. CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ പാർട്ടി പണ്ടൊക്കെ നേതാക്കന്മാർ പറയുമ്പോൾ അതനുസരിച്ച് കുമ്പിട്ടിരിക്കുന്നവരല്ല ഇപ്പോൾ ഉള്ളവരെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണിത്. ഇതില് എടുത്തു പറയേണ്ടത് ആ കമ്മിറ്റിയിലുള്ള സ്ത്രീകൾ വരെ പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം വരെ ഉണ്ടായി. ക്യാമറകൾ തല്ലിപ്പൊളിക്കാൻ നോക്കി, മയക്ക് പിടിച്ചു വലിക്കാൻ നോക്കി. ഇത് നിങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടായി. ഇത് പാർട്ടി ഏറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ഞങ്ങൾ പുറത്തുനിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാണ്. മൈക്ക് ചേട്ടാ മൈക്ക് ഇത് പബ്ലിക് നീല ഷർട്ടും മുണ്ടും എടുത്ത ആളാണ് ഈ മാധ്യമ സംഘത്തിന് നേരെ ഇപ്പോൾ കയ്യേറ്റം ചെയ്യാൻ നടന്നത്. ഇപ്പോൾ നടക്കുന്ന ഇരുകൂട്ടരും തമ്മിലുള്ള തർക്കം അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ലോക്കൽ സമ്മേളനത്തിൽ ആരോപണ വിധേയരായ അംഗങ്ങളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം നടത്തിയ സമരം, ഒരു വിഭാഗം നടത്തിയ ആവശ്യങ്ങൾ അത് ഉന്നയിക്കാതെ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. അവിടെ ഈ സമ്മേളന നഗരി പൂട്ടിയിടുകയും ഗേറ്റ് അടക്കം ഉൾപ്പെടെയുള്ളത് പൂട്ടിയിടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ മാധ്യമപ്രവർത്തകരെ അടക്കം പാർട്ടിയിൽ നിന്ന് CPMന്റെ പാർട്ടിയിൽ നിന്ന് ആളുകൾ വിളിച്ചതിനെ തുടർന്നാണ് മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിയത്. നീല ഷർട്ടും വെള്ളമുണ്ട് കൊടുത്ത ആള് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അതാരാണെന്ന്. എന്താ വെച്ചാൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകയായ ഒരു ലേഡി പുതിയതായി തെരഞ്ഞെടുത്ത ലോക്കൽ സെക്രട്ടറി ഞങ്ങൾക്ക് പുള്ളി ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യക്കുറവുള്ളത് എന്തുകൊണ്ടാണെന്നും അതേക്കുറിച്ച് പറയുന്നത് കേട്ടാൽ താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ ഞങ്ങൾ ഇയാൾക്കെതിരെ രഹസ്യമായി പരാതി കൊടുത്തതാണെന്നും പറയുന്നുണ്ട്. പരാതി കൊടുത്തതിന് ശേഷവും കമ്മിറ്റി തീരുമാനിച്ചത് ഇന്നയാളെ ലോക്കൽ സെക്രട്ടറി ആക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഇഷ്ടമല്ല, ഈ ആളുടെ കീഴിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ പറയുന്ന ഈ ലേഡി കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതിന്റെ കാരണങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്ത് ശക്തമായി എതിർത്ത് ഇത്രയും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് ഞങ്ങൾ സഹിക്കണോ? ഞങ്ങൾ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഇതെങ്ങനെ സഹിക്കും? നേതൃത്വം വന്നിട്ട് ഞങ്ങൾ ആവുന്നത്ര തെളിവുകൾ കൊടുത്ത് ഇവിടുത്തെ മോശപ്പെട്ട ഇത് NSന്റെ നാടാണ്, ഇത് CPM ആണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഇത്രയും കൊള്ളരുതായ്മകൾ നടത്തിയ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത്ര പരാതികൾ കൊടുത്തു, അടി മുതൽ മുടി വരെ. പക്ഷെ ഈ ഇത്രയും കൊള്ളരുതാത്തവന്മാരെ ഒരു കൊലപാതകയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാം. അതിലും മോശപ്പെട്ട CPM എന്ന ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഞങ്ങളാരും അനുസരിക്കത്തില്ല. ഞങ്ങൾ കുഞ്ഞുനാള് മുതൽ SFIയിലൂടെ വന്ന വനിതകളായത്. കണ്ണു നിറയുന്നതടക്കം കണ്ണൊന്നും നിറയത്തില്ല. ഇത് CPMൽ കൊടുത്തവരാ. അപ്പൊ ഞാൻ കണ്ണു നിറയുന്നത് എന്തിനാ? എനിക്ക് കണ്ണു നിറയത്തില്ല. എന്നെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലോ എന്റെ കണ്ണ് നിറയത്തില്ല സഹോദരന്മാരെ. ഞാൻ CPMലൂടെ വളർന്നു വന്നതാ. CPMന്റെ ഓരോ രക്തസാക്ഷി കുടുംബത്തിലുള്ളവളാ ഞാൻ.
ആരോപണമല്ല, സ്ത്രീ പീഡനം ചെയ്യുന്നവനെ ഞങ്ങൾ ശക്തമായി എതിർത്തു. ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾക്ക് ഒരു വിലയില്ല. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞ് ഇത്രയും ചെയ്തിട്ട് മതിയായില്ലയോ, നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നാ എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത്. നിങ്ങൾ എന്തിനാ പൂട്ടിയിട്ടത് ചേച്ചി? നിങ്ങൾ ഭാര്യ ഈ പ്രസ്ഥാനത്ത് വരുന്നില്ല, സഹോന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴുക്കി ഞങ്ങൾക്കൊരു സ്ഥാനം വേണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ മാന്യമായിട്ടുള്ള പ്രസ്ഥാനം മാത്രം മതി. മാന്യമായിട്ടുള്ള CPM ആയിരിക്കണം. CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണം. എന്നെ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. അതാ പറഞ്ഞത്. എനിക്കതല്ല, ഞാൻ നിന്നാൽ ശരിയാവത്തില്ല. ഇവരെയൊക്കെ പക്ക പാർട്ടിക്കാരെന്ന് പറയാൻ പറ്റും. അവർ CPIM-നെ അത്രയും വിശ്വസിക്കുന്നു, ഇടതുപക്ഷത്തിൽ അത്രയും വിശ്വസിക്കുന്നു. SFIയിലൂടെ വന്നതാണ്, അതുപോലെ രക്തസാക്ഷികളുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ അവർ ആ പാർട്ടി എത്രമാത്രം സ്നേഹിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ആ ആരോപണം, ആ ലേഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ രഹസ്യമായിട്ട്, ആരും ഇത് വെളിയിൽ അറിയണ്ടെന്ന് വിചാരിച്ച് രഹസ്യമായിട്ട് കീഴേ തട്ട് മുതൽ മേലെ തട്ട് വരെ ഉള്ളവർക്ക് ഞങ്ങൾ പരാതി കൊടുത്തു, എന്നിട്ട് പോലും അതിൽ പരിഹാരം ഉണ്ടായില്ല. അതിന്റെ സങ്കടത്തിലാണ് ഈ പറയുന്നതെന്നാണ്. ആ ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, തീർച്ചയായിട്ടും ഒരു പക്ക പാർട്ടിക്കാരിയാണ്. പാർട്ടി അത്രമാത്രം സ്നേഹിക്കുന്ന ആളാണ്. CPIM-നെ, പാർട്ടിയെയും ഇടതുപക്ഷത്തെ അത്രയും സ്നേഹിക്കുന്ന ഒരു പാർട്ടിക്കാരി എന്ന് നമുക്ക് പ്രത്യേകം പറയാൻ പറ്റും, എടുത്തു പറയാൻ പറ്റും. അവരോടൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ, അല്ലെങ്കിൽ ഇത്രയും ആരോപണ വിധേയരായ ഒരാളെ അവിടെ വരുന്നതിൽ അവർക്ക് മനസ്സിലുള്ള സങ്കടമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള അവിടുത്തെ ഈ പൂട്ടിയിട്ടു എന്ന് പറയുന്ന എതിർ വിഭാഗത്തിലുള്ള കുറച്ച് പേരുടെ ബൈറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നതും നമുക്ക് എന്താണെന്ന് കേൾക്കാം. എന്താകാരൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി ഇപ്പോഴും കാണിച്ച ഇതുവരെ ഇവിടെ തടഞ്ഞു വെച്ചിരുന്നത് നമ്മുടെ നേതൃത്വത്തെയൊക്കെ ഇപ്പൊ കാല് പിടിച്ച് കരഞ്ഞു ഇറങ്ങി പോവാ. കണ്ടില്ലയോ? അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നടപടി? ഇവിടെ നല്ല ഗംഭീര രീതിയിൽ ഇവിടെ BJPയും കോൺഗ്രസും വളർന്നു വരും. 100%. വിഷമമുണ്ടോ പാർട്ടിയിൽ? ഇങ്ങനെ ഉണ്ട്. അതല്ലേ ഇപ്പോഴും ഇവിടെ നിന്ന് കരയുന്നേ. ചേട്ടാ വിഷമുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കുരിശെടുത്ത പാർട്ടിയെ ഈ പരുവത്തിലേക്ക് കൊണ്ടെത്തിച്ചത് P. ഉണ്ണി എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിരവധി പെണ്ണുകേസിലൊക്കെ പ്രതിയാണ്. മക്കൾക്ക് 2 പേർക്ക് ജോലി ഒപ്പിച്ചു. ഒരാൾക്ക് Q218 സൊസൈറ്റിയിൽ മോക്ക് ജോലി ഒപ്പിച്ചു. മോന് കരുനാപ്പള്ളി പാർട്ടി നിയന്ത്രിക്കുന്ന സ്കൂളിൽ ജോലി ഒപ്പിച്ചു. ഭാര്യയ്ക്ക് അതിന് മുമ്പേ സ്കൂളിൽ ജോലി ഒപ്പിച്ച ആളാണ്. ഇപ്പൊ HS സലാം എന്ന് പറയുന്ന ആളും നിരവധി പെണ്ണുകേസിലെ പ്രതികളാണ്. അതിന്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ പ്രചരിപ്പിക്കുന്നതായിട്ട് പോലീസിൽ പരാതിയുണ്ടോ? പോലീസിലൊക്കെ പരാതി ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അതിനെപ്പറ്റി പാർട്ടി കമ്മിറ്റി നമുക്ക് അതിനെ വ്യക്തമായി അറിയുന്നത്. പക്ഷേ എങ്കിൽ തന്നെ ഇപ്പൊ കടന്നുകൂടി പാർട്ടിയിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാർ അവർക്ക് ഒത്താശ നൽകുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഞാനും DYFയുടെ ഒക്കെ നേതാവായിട്ട് CI2-ലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ നമുക്കിത് ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ പോക്കിനോട് നമുക്ക് വളരെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ഈ രാത്രി 24 ന്യൂസിന്റെ വാർത്ത കണ്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ഞാൻ റേഷൻ എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നെ പോലും ഇവിടെ പ്രതിനിധിയാക്കിയിട്ടില്ല. പറഞ്ഞാലേ സമ്മേളന പ്രതിനിധിയാക്കാതെ നമ്മളൊക്കെ ഈ CPM-ന്റെ 4-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്, കുലശേഖരത്തെ പഞ്ചായത്ത് മെമ്പർ. ഇവിടെ ഈ പാർട്ടി നേതൃത്വം വന്നിരുന്നുകൊണ്ട് കാണിച്ച് യാതൊരുവിധ ജനാധിപത്യ മര്യാദയുമില്ലാതെ ഏകപക്ഷീയമായി PR വസന്തിന്റെ തീട്ടൂരം നടപ്പാക്കാൻ വേണ്ടി മാത്രം വന്ന നേതൃത്വമാണ് ഇവിടെ. അവരിവിടെ വന്നിരുന്നുകൊണ്ട് ഇവിടെ നടത്തിയ ഒട്ടും ഈ ഏതാണ്ട് 55ഓളം പ്രതിനിധികൾ, ഏതാണ്ട് 82 പേര് പങ്കെടുത്ത 50ഓളം പ്രതിനിധികൾ ഇവിടെ അതിനെ എതിർത്തോണ്ട് നിന്ന ആകെ കൈവക്കിയത് ആകെ 20-22 പേരാ. അവർ ഭൂരിപക്ഷമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഏകപക്ഷീയമായ ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുത്തു. കാര്യം ചോദിച്ചോട്ടെ, ഇദ്ദേഹത്തെ തന്നെ സെക്രട്ടറി ആയിട്ട് തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ? യാതൊരു കാരണവശാലും അനുവദിക്കത്തില്ല. 2 മണി 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഫോൺ എടുക്കത്തില്ല. പിന്നെ 4 മണി കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തുള്ളൂ. മദ്യത്തിന് അടിമയായ ഇതാണ് ഇത്രയും കാലം ഈ ലോക്കൽ കമ്മിറ്റി ഇദ്ദേഹത്തെയാണ് ഇദ്ദേഹം ഇവിടെ വെച്ചുറപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നത് ഒരു പെണ്ണുപിടിയാണ്. പിന്തുടർച്ചക്കാരനായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പെണ്ണു. നല്ല രീതിയിൽ പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമല്ലേ കുലശേഖരത്തെ സംബന്ധിച്ചിടത്തോളം? ഇത് കുലശേഖരത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഈ പിന്നെ രാജീവ് ഗാന്ധിയുടെ മരണ സമയത്ത് പോലും 15,000 വോട്ടിലെ ഭൂരിപക്ഷം നേടിയ സ്ഥലമാണ്. ആ ഒരു സഹതാപനോടാണ് കുലശേഖരം. ആ കുലശേഖരത്തിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോയിരിക്കുകയാണ്. 18 പിന്നെ ബ്രാഞ്ച് കമ്മിറ്റികൾ, 18 ബൂത്തുകളിൽ 6 മാത്രമാണ് പാർട്ടിക്ക് ലീഡുള്ളത്. ഈ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള BJP ആണ് ഒന്നാമത് വന്നത്. ഇവിടെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേറോട്ടുള്ള സ്ഥലമാണ് NS-ന്റെ നാട്ടിൽ. NS-ന്റെ വീട് നിൽക്കുന്നിടത്ത് ഈ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോയി. അതൊന്നും കണ്ട് ഈ നേതൃത്വം പഠിക്കുന്നില്ല. അതാണ് ഇപ്പോഴും ഇവിടെ പാർട്ടി. ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഈ പരാതികളൊക്കെ പോയിട്ട് ആ പരാതികളെല്ലാം ചവിട്ടുകൊട്ടയിലടിയാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പൊ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പൊ എന്തെങ്കിലും തീയില്ലാതെ പുകയിലുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ആരോപണങ്ങൾ
അത്രയും തെളിവുകളോടെ ഉള്ളത് കൊണ്ടാണല്ലോ അവർ ഇത്രയുമായിട്ട് വൈകാരികമായി പ്രതികരിക്കുന്നത്. നേതൃത്വം ഇത് കാണുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് നേതൃത്വം ഇതിനെ മാറ്റുമോ, ഇത് അറിഞ്ഞിട്ട് നേതൃത്വം ആളെ മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നേതൃത്വവും ഇവരുടെ കൂടെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നേതൃത്വം വരെ ഇപ്പോൾ ചോദ്യചിഹ്നത്തിലാണ്. എന്തായാലും അവിടെ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് അടി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM എന്ന പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ചങ്കു കൊടുത്ത് സ്നേഹിക്കുന്നവരുണ്ട്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, CPM എന്നല്ല, കേരളത്തിലുള്ള മിക്ക രാഷ്ട്രീയ കക്ഷികളിലും അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ എല്ലാം വികാരമാണ് അവർ ഈ പ്രകടിപ്പിക്കുന്നത്. അവരവരുടെ പാർട്ടിയിൽ അവരവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടല്ലാതെ കാര്യങ്ങൾ പോകുമ്പോൾ അവർ പ്രതികരിക്കും, വൈകാരികമായി പ്രതികരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനി ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇതെന്തായാലും ഒരു വലിയൊരു ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചുരുക്കം പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിലെ പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും അംഗങ്ങളെയും പൂട്ടിയിട്ടു. ഇതാണ് ചുരുക്കം. എന്തായാലും പാർട്ടിയെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്നവർ എല്ലാ പാർട്ടികളിലും ഉണ്ട്. നേതൃത്വം അത് മനസ്സിലാക്കുക, അവരെ ഒപ്പം നിർത്തുക. അവരെ ഒപ്പം നിർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള ദോഷങ്ങൾ ഒരുപാട് ഉണ്ടാവും. അത് എല്ലാ പാർട്ടിക്കാർക്കും ബാധകം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.